ഹായ് എവരിവൺ, എല്ലാവർക്കും അസ്യൂർ ക്ലൗഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ഹൗ ടു ക്രിയേറ്റ് വെർച്വൽ മെഷീൻ ഇൻ അസ്യൂർ. ഒരു വെർച്വൽ മെഷീൻ എങ്ങനെയാണ് അസ്യൂറിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഓക്കെ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫ്രീ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അസ്യൂർ പോർട്ടൽ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് ഡിസ്കസ് ചെയ്യുന്നില്ല. നേരെ എന്ത് ചെയ്യാം, നമുക്ക് അസ്യൂർ പോർട്ടൽ ആക്സസ് ചെയ്യാം. അസ്യൂർ പോർട്ടൽ എന്ത് ചെയ്യാം, നമുക്ക് ടൈപ്പ് ചെയ്യാം അസ്യൂർ പോർട്ടൽ. Then select Microsoft Azure portal and select sign in. Then enter the email account and password. Okay, select the username, email account, then password. Okay. Okay, Azure portal open ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എന്ത് കൊടുക്കാം, ക്രിയേറ്റ് ചെയ്യാൻ റിസോഴ്സ് കൊടുത്തേക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഓൾ സർവീസിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെർച്വൽ മെഷീൻ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യുന്ന നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഈസി, ഇതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാൻ പറ്റും. വെർച്വൽ എന്ന് കൊടുത്താൽ തന്നെ നമുക്ക് വെർച്വൽ മെഷീൻ അവിടെ അവൈലബിൾ ആയിരിക്കും. സെലക്ട് വെർച്വൽ മെഷീൻസ്. ഓക്കെ, സെലക്ട് ആഡ്. Again select the virtual machine. Okay, ഇപ്പോൾ ഇവിടെ നോക്ക്, ക്രിയേറ്റ് എ വെർച്വൽ മെഷീൻ. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഫിൽ ചെയ്യാണ്ട്. ബേസിക്സ്, ഡിസ്ക്, നെറ്റ്വർക്കിംഗ്, മാനേജ്മെന്റ്, അഡ്വാൻസ്, ടാഗ്, ദെൻ റിവ്യൂ ആൻഡ് ക്രിയേറ്റ്. ഇത്രയും ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ കേട്ടോ. അതായത് എന്താണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ നെയിം, അതാണ് വന്നിരിക്കുക. ഓക്കെ, നിങ്ങൾ ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, ഫ്രീ ട്രയൽ എന്ന് കാണിക്കും. ഇവിടെ എന്ത് സംഭവിക്കും, റിസോഴ്സ് ഗ്രൂപ്പ്. അപ്പോൾ മസ്റ്റായിട്ട് ഞാൻ എന്ത് കൈവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്ത് വേണം, ഒരു റിസോഴ്സ് ഗ്രൂപ്പ് മസ്റ്റായിട്ടും വേണം. ആ റിസോഴ്സ് ഗ്രൂപ്പ് രണ്ടുള്ളതാണ് എല്ലാ റിസോഴ്സുകളും അല്ലെങ്കിൽ എല്ലാ അസ്യൂർ സർവീസുകളും എന്ത് ചെയ്യുന്നത്, അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിസോഴ്സ് ഗ്രൂപ്പ് ലൈക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന കോൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാം, അങ്ങനെ കാറ്റഗറൈസേഷൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പനിയിൽ എന്ത് സംഭവിക്കാം, IT ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ഡെവലപ്പർ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ആ രൂപത്തിൽ എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ റിസോഴ്സ് ഗ്രൂപ്പ് നോർമലി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വെർച്വൽ മെഷീൻ മേക്ക് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് ന്യൂ എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ കൊടുക്കുന്ന IT ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. then ഓക്കെ കൊടുത്തേക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, റീജിയൻ വെർച്വൽ മെഷീൻ നെയിം നമുക്ക് എന്താ കൊടുത്തേക്കാം, VM1 എന്ന് കൊടുത്തേക്കാം. then അടുത്ത റീജിയൻ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, റീജിയൻ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്, മൈക്രോസോഫ്റ്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള റീജിയനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, റീജിയൻ മീൻസ് ഡാറ്റാ സെന്റർ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസ്യൂർ ഡാറ്റാ സെന്റർ ഓരോ റീജിയനിലും അവൈലബിൾ ആണ്. അപ്പൊ ഇന്ത്യയിലും എന്ത് ചെയ്യാം, പൂനെ, അതുപോലെ തന്നെ ചെന്നൈ, അതുപോലെ തന്നെ മുംബൈ, ഇവിടെയൊക്കെ എന്താണ് അവരുടെ ഡാറ്റാ സെന്റർ അവൈലബിൾ ആണ്. മൈക്രോസോഫ്റ്റ് പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യാം, അടുത്തുള്ള എന്ത് ചെയ്യാം ഡാറ്റാ സെന്റർ, അതാണ് എന്ത് ചെയ്യാം, ലേറ്റൻസി എന്ന പർപ്പസ് വേണ്ടിയാണ് അവരെന്ന് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് ലേറ്റൻസി ഉദ്ദേശിക്കുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾ എവിടെ നിന്നാണോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇന്ത്യയിലാണ് ഇന്ത്യൻ ഡാറ്റാ സെന്റർ യൂസ് ചെയ്യാം, US ആണ് US ഡാറ്റാ സെന്റർ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, UAE ആണെങ്കിൽ UAE ഡാറ്റാ സെന്റർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എനിവൺ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, അടുത്തുള്ള ഡാറ്റാ സെന്റർ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, അങ്ങനെ കോൺടാക്ട് നിർബന്ധമൊന്നുമില്ല. എന്ത് സംഭവിക്കും, ഏത് ഡാറ്റാബേസിനെയും അല്ലെങ്കിൽ ഏത് കൺട്രി നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡെമോ ക്ലാസ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, ഒരു കമ്പനി പർപ്പസ് അല്ലാത്ത ക്ലാസ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇവിടെ ഏത് കൺട്രി നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. അപ്പൊ കൺട്രികൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഡാറ്റാ സെന്ററുകൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യാം, മൈക്രോസോഫ്റ്റ് പറഞ്ഞിരിക്കുന്നത് അടുത്തുള്ള ഡാറ്റാ സെന്റർ കോൺടാക്ട് ചെയ്യുമ്പോൾ ലേറ്റൻസി കിട്ടുകയും ചെയ്യും. പക്ഷെ എന്ത് സംഭവിക്കും, ചിലപ്പോൾ മേ ബി കോസ്റ്റ് ചിലപ്പോൾ ഡിഫറെന്റ് ആവാം, കോസ്റ്റ് കൂടാം, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കൺട്രി അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഈസ്റ്റ് US സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ അവൈലബിലിറ്റി ഓപ്ഷൻ എന്ന് കാണാം. അവൈലബിലിറ്റി ഓപ്ഷനകത്ത് രണ്ട് സംഭവമുണ്ട്, അതായത് അവൈലബിലിറ്റി സോണും അവൈലബിലിറ്റി സെറ്റും. ഈ രണ്ട് പർപ്പസും ശരിക്കും എന്ത്
ഹൈ അവൈലബിലിറ്റി അതുപോലെ തന്നെ റിഡൻഡൻസി എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. റിഡൻഡൻസി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് സംഭവിക്കുക ഏതെങ്കിലും കറൻസ് ഒരു ഡാറ്റാ സെന്റർ എന്തെങ്കിലും പ്രോബ്ലം പറ്റുകയാണെങ്കിൽ സംഭവിക്കാം അടുത്ത ഡാറ്റാ സെന്ററിന്റെ കോൺടാക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യാം, മെഷീൻ ബുക്ക് ചെയ്യാം. അതാണ് റിഡൻഡൻസി, എല്ലായ്പ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റാണ് റിഡൻഡൻസി ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അവൈലബിലിറ്റി സോണും അവൈലബിലിറ്റി സെറ്റും എന്താണെന്നുള്ളത്, ഇവ തമ്മിൽ ഡിഫറൻസ് എന്താണെന്നുള്ളത്, ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പിന്നീടുള്ള ക്ലാസ്സിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ എന്ത് ചെയ്യാം, നോ ഇൻഫ്രാസ്ട്രക്ചർ റിഡൻഡൻസി ഫോർ ഇൻഫ്രാസ്ട്രക്ചർ റിഡൻഡൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഒരു ജസ്റ്റ് എന്ത് ചെയ്യാം ഇമേജ് ഒരു വെർച്വൽ മെഷീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നു കേട്ടോ. ഓക്കെ, ദെൻ ഇമേജ് എന്ന് പറയുന്നത് OS ചൂസ് ചെയ്യാം, നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് വേണ്ടത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒത്തിരി ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവൈലബിൾ ആണ്. റെഡ് ഹാറ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഉബുണ്ടു ഉണ്ട്, CentOS ഉണ്ട്. ഓക്കെ, ഇവിടെ പത്തിലെല്ലാം എന്ത് ചെയ്യാം, നമുക്ക് സെർവർ OS യൂസ് ചെയ്യാം, വിൻഡോസ് സെർവർ അല്ലെങ്കിൽ ക്ലയന്റ് OS യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, വിൻഡോസ് സെർവർ 2016 എന്നുള്ള സെർവർ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. OS ഡാറ്റാ സെന്റർ OS ജനറേഷൻ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ Azure Spot Instance. ഓക്കെ, ഇത് മേ ബി മൈക്രോസോഫ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോ കോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് പർപ്പസ് വേണ്ടിയിട്ട് എന്ത് സംഭവിക്കാം, നിങ്ങൾക്ക് വേണ്ടി ഏത് ഉപയോഗിക്കാം, Azure Spot Instance യൂസ് ചെയ്യാം. അതായത് നിലവിൽ എന്ത് ചെയ്യാം, ഒരു ഡാറ്റാ സെന്റർ ഫ്രീ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ ആ ഡാറ്റാ സെന്റർ ഏറ്റവും എന്ത് ചെയ്യുക, ആരും യൂസ് ചെയ്യാതെ ഏതെങ്കിലും ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, അത് നമുക്ക് എന്ത് ഫ്രീ കോസ്റ്റ് തരും. ഓക്കെ, അതായത് കോസ്റ്റ് എഫക്റ്റീവ് പർപ്പസ് വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് എന്ത് അവൈലബിൾ ആയിരിക്കും. ബട്ട് എന്ത് സംഭവിക്കുക, അവർ പറയുന്നത് നിങ്ങൾ കമ്പനി പർപ്പസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പാടില്ല, അത് ചൂസ് ചെയ്യാൻ പാടില്ല. Azure Spot Instance യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡെമോ പർപ്പസ് ഓക്കെ എന്ന പർപ്പസ് ആണില്ല. ഡെമോ മീൻസ് ഒരു ജസ്റ്റ് ടെസ്റ്റിംഗ്. ഓക്കെ, അങ്ങനത്തെ പർപ്പസ് ആണ് ഏറ്റവും ബെറ്റർ ചെയ്ത് ഉപയോഗിക്കുക Azure Spot Instance. ടെസ്റ്റിംഗ് ചെയ്യാനൊക്കെ എന്താ സംഭവിക്കുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഏറ്റവും ബെറ്റർ ആയിരിക്കും, ലോ കോസ്റ്റ് ആയിരിക്കും. അപ്പൊ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ Azure Spot Instance യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അവരുടെ നോട്ടിഫിക്കേഷൻ കാണാം, Azure Spot offers unused Azure capacity at a discount rate versus pay as you go price. Workload should be tolerant to infrastructure loss as Azure may recall capacity to pay as your workload. അതായത് ഇത്രയേ ഉള്ളൂ. എന്ത് സംഭവിക്കാം, ഇത് വേണമെങ്കിൽ മൈക്രോസോഫ്റ്റ് തിരിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കുക, അതുപോലെ തന്നെ എന്ത് സംഭവിക്കും, നിങ്ങൾ പേ ചെയ്ത് കൂടുതൽ ആരെങ്കിലും പേ ചെയ്യാൻ ആളുണ്ടെങ്കിൽ എന്ത് മൈക്രോസോഫ്റ്റ് എന്ത് തിരിച്ചെടുക്കും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുക, കമ്പനി പർപ്പസ് ഏത് യൂസ് ചെയ്തത്, Azure Spot Instance കോൺസെപ്റ്റ് യൂസ് ചെയ്തത് എന്ന് മനസ്സിലാക്കി. ഓക്കെ, ദെൻ ഈ സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെർച്വൽ മെഷീൻ കപ്പാസിറ്റി. ഓക്കെ, റാം, ഹാർഡ് ഡിസ്ക് റാം, CPU ഇതൊക്കെ ഏതാ വേണ്ടത് എന്നുള്ള കോൺസെപ്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് എത്ര CPU വേണം, എത്ര റാം വേണം, എത്ര മറ്റേ കപ്പാസിറ്റി ഡിസ്കുകൾ അവൈലബിലിറ്റി വേണം എന്നാണ് സെലക്ട് സൈസ് എന്നാണ് സൈസ്. ഓക്കെ, അതായത് CPU ചൂസ് ചെയ്യാന്ന് പറയുന്നത്. CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, അതായത് ഞങ്ങളുടെ CPU പർച്ചേസ് ചെയ്യുക, ആ CPU-നകത്താണ് ഏത് വരിക, OS ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ CPU നമുക്ക് എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിക്ക് അനുസരിച്ചാണ് എന്ത് ചൂസ് ചെയ്യാം. അപ്പൊ ടെസ്റ്റിംഗ് പർപ്പസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ അകത്ത് ഏറ്റവും ലോവസ്റ്റ് എന്ത് ചെയ്യാം സൈസുള്ള നമുക്ക് എന്ത് വെർച്വൽ മെഷീൻ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം, അതിൽ യൂസ് ചെയ്താൽ മതി. ഇവിടെ സെലക്ട് സൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, നിങ്ങൾക്ക് സൈസ് കാണിക്കാം. ജനറൽ പർപ്പസ് കാണിക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, വളരെ എന്ത് ചെയ്യാം കുറഞ്ഞ കോസ്റ്റ് വരുന്ന എന്ത് ചെയ്യാം, വളരെ എന്ത് ചെയ്യാം കോസ്റ്റ് കുറഞ്ഞ എന്ത് ചെയ്യാം വെർച്വൽ മെഷീനുകളാണ്. അപ്പൊ ഇതിനകത്ത് നോക്കാം, ഇത് ഓരോ അതിന്റെ വെർച്വൽ മെഷീൻ നെയിമുകളാണ്. ഇവിടെ എന്ത് കാണാം, ഓക്കെ വെർച്വൽ CPUs 1 വെർച്വൽ RAM 3.5, ഓക്കെ ഡാറ്റ ഡിസ്ക് 4, ഓക്കെ മാക്സിമം ഇൻപുട്ട് ഔട്ട്പുട്ട് പെർ സെക്കൻഡ് ആണ് ഏത് ഉദ്ദേശിക്കുന്നത്, IOPS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്ത് ടെമ്പററി സ്റ്റോറേജിന്റെ ഒരു 7 GB ഒക്കെ വരും. ഓക്കെ, ടെമ്പററി സ്റ്റോറേജ്. അതിനകത്ത് ഡിസ്കിന്റെ കപ്പാസിറ്റി ഇവിടെ പ്രീമിയം ഡിസ്ക്, ഓക്കെ കസ്റ്റം മന്ത് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇതെല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു വെർച്വൽ മെഷീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്നതാണ്. ഓക്കെ, ഒരു അപ്പൊ അത് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, ഇത് നമുക്ക് അവിടെ ചൂസ് ചെയ്താൽ മതി കേട്ടോ, ഏതാ വേണ്ട നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് ഇതൊക്കെ എന്താ സംഭവിക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ സംഭവിക്കുക, ഒരു ഫ്രീ പർപ്പസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കമ്പനി പർപ്പസ് ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യണം. ഇതൊക്കെ കോസ്റ്റ് എഫക്റ്റീവ് എന്ത് ചെയ്യാം വെർച്വൽ മെഷീനുകളാണ്. ഹൈ എഫിഷ്യന്റ് വെർച്വൽ മെഷീൻ B സീരീസ് മുതൽ എന്ത് ചെയ്യാം M സീരീസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ M സീരീസ് കാണിക്കാത്തത് നിങ്ങളുടെ അക്കൗണ്ട്സ്. ഓക്കെ, നിങ്ങളുടെ പെയ്ഡ് അക്കൗണ്ട് ആണെങ്കിൽ അതൊക്കെ ഇവിടെ കാണിക്കും, ട്രയൽ അക്കൗണ്ട് ആണെങ്കിൽ അതൊന്നും കാണിക്കത്തില്ല കേട്ടോ, അത് മനസ്സിലാക്കി വെച്ചേക്കാം. അതുപോലെ തന്നെ Azure ഫോർ സ്റ്റുഡൻസ് അക്കൗണ്ട് ആണെങ്കിൽ സംഭവിക്കുക, നിങ്ങൾക്ക് കാണിക്കും. ഒരുപാട് എന്ത് ചെയ്യാണ്ട് കാറ്റഗറി ഉണ്ട്. ഓക്കെ, പെയ്ഡ് അക്കൗണ്ട് മസ്റ്റ് ഇവിടെ കാണിച്ചത് കേട്ടോ. അതേപോലെ തന്നെ ഓരോ സീരീസും ഇവിടെ കാണിക്കും. നോൺ പ്രീമിയം സ്റ്റോറേജ് ഉണ്ടായിരിക്കും, അതിന്റെ കപ്പാസിറ്റി അനുസരിച്ച് സമയം ഇവിടെ വരുന്നത് കേട്ടോ. ഓരോ റീജിയൻ അനുസരിച്ച് അതിന്റെ കപ്പാസിറ്റി മാറിക്കൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കാം.
ഡി സീരീസിന്റെ ഒക്കെ അത് വരുന്ന നോക്കിയാൽ മതി. ഓക്കെ, ഡി സീരീസ് വളരെ കുറഞ്ഞ സംഭവങ്ങളുണ്ട്. ഒരുപാട് സീരീസുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് എം സീരീസ് എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓരോ സീരീസും കൂടെ അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. സൈസ് ഇസ് നോട്ട് അവൈലബിൾ, ഇങ്ങനത്തെ സീരീസ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. അതായത് നമ്മൾ ഏതാണ് റീജിയൻ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് നമ്മുടെ അക്കൗണ്ട് ഏതാണോ അതിനനുസരിച്ച്. ഓക്കെ, ഫ്രീ അക്കൗണ്ട് ആണെങ്കിൽ ഒരുപാട് എന്ത് ചെയ്യാം, ലിമിറ്റേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏതിലും ഒരെണ്ണം ചൂസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഏത് പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു എന്താ വെർച്വൽ മെഷീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, 1 CPU 1 RAM 1 GB RAM അതുപോലെ തന്നെ 2 എന്താ ഡാറ്റ ഡിസ്ക് എന്ന കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 ഡാറ്റ ഡിസ്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 320 ആണ്. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് പെർ സെക്കൻഡ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഏതിലും ഒരെണ്ണം ചൂസ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യാം, ഇവിടെ സെലക്ട് എന്ന് കൊടുത്തേക്കുക. ദെൻ ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താണ്, 675 രൂപയാണ് മന്ത്ലി വരുന്നത് കേട്ടോ. ദെൻ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തേക്കാം. മെഷീൻ ആക്സെപ്റ്റർ ഞാൻ എന്ത് ചെയ്യാം, വെർച്വൽ മെഷീൻ VM യൂസർ എന്ന് കൊടുത്തേക്കാം. എന്തെങ്കിലും യൂസർ നെയിം കൊടുക്കാം, വെർച്വൽ മെഷീൻ യൂസർ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ വെർച്വൽ മെഷീൻ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂസർ നെയിം കേട്ടോ. പാസ്വേഡ് നമ്മൾ കൊടുക്കുമ്പോൾ 12 ക്യാരക്ടർ 12 എന്ത് ചെയ്യാൻ കൊടുത്തേക്കണം, 12 ക്യാരക്ടർ മിനിമം കൊടുത്തേക്കണം. ഓക്കെ, അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഇൻബൗണ്ട് റൂളില് ഇൻബൗണ്ട് പോർട്ട് റൂൾ. ഓക്കെ, ഈ പോർട്ട് റൂൾ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ബൈ ഡിഫോൾട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, അലോ സെലക്ടഡ് പോർട്ട് എന്ന് പറഞ്ഞാൽ RDP. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലയന്റിൽ നിന്നോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക, ഈ വെർച്വൽ മെഷീൻ ആക്സസ് ചെയ്യുന്ന RDP അല്ലെങ്കിൽ റിമോട്ട് ഡെസ്ക്ടോപ്പ് പ്രോട്ടോകോൾ എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതാണ് അലോ സെലക്ടഡ് പോർട്ട്സ് എന്ന് പറയുന്നത്. ബൈ ഡിഫോൾട്ട് ഇൻബൗണ്ട് റൂൾ ഒക്കെ എനേബിൾ ആയിരിക്കും. ദെൻ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, HTTP വെച്ച് ആക്സസ് ചെയ്യണോ, HTTPS വെച്ചിട്ട് ആക്സസ് ചെയ്യണോ, SSH വെച്ചിട്ട് ആക്സസ് ചെയ്യണോ. SSH എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് ലിനക്സ് സെർവറുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, ആക്സസ് ചെയ്യാൻ വേണ്ടി SSH എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ RDP മതി, RDP യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യാം, ലൈസൻസിങ് കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഹൈബ്രിഡ് കോൺസെപ്റ്റ് ആണെങ്കിൽ, ഹൈബ്രിഡ് മീൻസ് നിങ്ങളെ ഓൺ പ്രിമിസും അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യും, മൈക്രോസോഫ്റ്റ് ലൈസൻസ് ഉണ്ട്, വൈസൻ ലൈസൻസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, നമുക്കൊരു 50% സംതിങ് എന്ത് സംഭവിക്കാം, ലൈസൻസ് ഇതിന്റെ കോസ്റ്റ് കുറയും കേട്ടോ. അതാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ സെർവറിന്റെ ലൈസൻസ്, ഇപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഏതിന്റെ ലൈസൻസ് ഉണ്ട്, സെർവർ വിൻഡോസ് സെർവർ 2016 ഡാറ്റ സെന്റർ ലൈസൻസ് ഉണ്ട്. നിങ്ങൾ എന്താ സംഭവിക്കുന്നത്, ഓൺ പ്രിമിസ് പ്ലസ് എന്താ സംഭവിക്കുക, നിങ്ങൾ ഹൈബ്രിഡിലേക്ക് കണക്ട് ചെയ്യാണ്. അതാണ് ഹൈബ്രിഡ് കണക്ടിവിറ്റി ഉദ്ദേശിക്കുന്നത്. അത് പ്രൈവറ്റും പബ്ലിക്കും തമ്മിലുള്ള ഇന്റർ കണക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ഇന്ററാക്ഷൻ കോൺസെപ്റ്റാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കോൺസെപ്റ്റ് എന്ത് ചെയ്യാം, കുറച്ചും എന്ത് ചെയ്യാം, ഏത് ഉപയോഗിക്കാൻ നമ്മൾ കോസ്റ്റ് സേവിംഗ് പർപ്പസ് വേണ്ടി ഓൾറെഡി ഓൺ പ്രിമിസ് എന്ത് ചെയ്യാം, ഓൺ പ്രിമിസ് ഡാറ്റ സെന്റർ തമ്മിലുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ലൈസൻസിൽ എന്തുണ്ടായിരിക്കും, മൈക്രോസോഫ്റ്റ് സെർവർ ഉണ്ടായിരിക്കും. ആ ലൈസൻസിങ് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്താ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ലൈസൻസും കീ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഐ കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നമ്മുടെ ലൈസൻസിങ് കീ കേട്ടോ, നമ്മുടെ ലൈസൻസ്. അപ്പൊ ആ കീ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതൊക്കെ നോക്കിയാൽ മതി, കോസ്റ്റും കുറയും. ഓക്കെ, ഞാൻ ഇവിടെ അൺചെക്ക് ചെയ്യാണ്, നെക്സ്റ്റ് കൊടുത്തേക്ക്. ഓക്കെ, അതിനുശേഷം ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഫിൽ ചെയ്തു. ഞാൻ അടുത്ത ഡിസ്ക് ആണ്, നെക്സ്റ്റ് ഡിസ്ക് കൊടുത്തേക്കാം. അപ്പൊ ഡിസ്കും ബൈ ഡിഫോൾട്ട് മൈക്രോസോഫ്റ്റ് തരുന്നുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് സംഭവിക്കാം, വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2 ഡിസ്ക് വരെയാണ്, വോയിസ് ഡിസ്കും അതുപോലെ തന്നെ ഒന്ന് ടെമ്പററി ഡിസ്ക് എന്നുള്ള 2 ഡിസ്ക് എന്ത് ചെയ്യാം, നമുക്ക് ബൈ ഡിഫോൾട്ട് തരും. ഇനി അതിൽ കൂടുതൽ ഡിസ്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ആൻഡ് അറ്റാച്ച് ന്യൂ ഡിസ്ക് കൊടുത്തേക്കാം കേട്ടോ. ഒരു ടെസ്റ്റ് പർപ്പസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഒത്തിരി ഹാർഡ് കാണാം, പ്രീമിയം SSD, സ്റ്റാൻഡേർഡ് HDD, ഓക്കെ, സ്റ്റാൻഡേർഡ് SSD ഒക്കെ പറയുന്ന സംഭവം. ബൈ ഡിഫോൾട്ട് അവർ ഓട്ടോമാറ്റിക് സപ്പോർട്ട് ചെയ്യുന്നത് പ്രീമിയം SSD ആണ്. ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് പ്രീമിയം SSD. സ്റ്റാൻഡേർഡ് HDD എന്ന് പറയുമ്പോൾ പെർഫോമൻസ് കുറയും, അതുപോലെ തന്നെ കോസ്റ്റും കുറയും കേട്ടോ. ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് കിടക്കൊക്കെ ഏത് ഉപയോഗിക്കാം, സ്റ്റാൻഡേർഡ് HDD യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ അതിന് സർവീസ് ലെവൽ എന്ത് ചെയ്യാം, എഗ്രിമെന്റ് കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കാം കേട്ടോ. സ്റ്റാൻഡേർഡ് SSD എന്ത് ചെയ്യും, കോസ്റ്റ് കുറയും, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള എന്ത് സ്പീഡ് എല്ലാം കുറയും കേട്ടോ. ഇവിടെ ഞാൻ പ്രീമിയം തന്നെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് എന്ത് ചെയ്യാം, കുറക്കാൻ വേണ്ടി ഏത് ഉപയോഗിക്കാം, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് HDD സ്റ്റാൻഡേർഡ് SSD യൂസ് ചെയ്യാം. എന്നാലും കമ്പനി പർപ്പസ് ആണ് എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കണം, പ്രീമിയം SSD യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ വേറെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്പ്ലേ ആഡ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ,
യൂസ് മാനേജേഴ്സ് പിന്നീട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ദെൻ ഇനി അത് നെറ്റ്വർക്കിംഗ് കോൺസെപ്റ്റ് ആണ് കേട്ടോ. നെറ്റ്വർക്കിംഗ്, നെറ്റ്വർക്കിംഗ് ഓൾറെഡി ഇപ്പൊ ഞാൻ ഒരു നെറ്റ്വർക്കിംഗ് ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വെർച്വൽ നെറ്റ്വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ കമ്പനി പർപ്പസ് വേണ്ടി വെർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം, സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യണം, പബ്ലിക് IP ക്രിയേറ്റ് ചെയ്യണം. അതൊക്കെ ബൈ ഡിഫോൾട്ട് എന്ത് സംഭവിക്കും, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും ഇതിനകത്ത് നമ്മൾ മാനുവലി നമ്മൾ ചെയ്യുന്നില്ല. ഇതൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ വെർച്വൽ മെഷീൻ മേക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് മൈക്രോസോഫ്റ്റ് അസ്യൂർ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കാം, ആ പേര് തന്നെ ഒരു VNet ക്രിയേറ്റ് ചെയ്യും, വെർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡീഫോൾട്ട് അവരുടെ എന്ത് ചെയ്യാം 10 സീരീസിലുള്ള ഒരു എന്ത് ചെയ്യാം മറ്റേ നെറ്റ്വർക്ക് നമുക്ക് കിട്ടിയിരിക്കും. ദെൻ അതിനകത്ത് ഒരു പബ്ലിക് IP അവർ പ്രൊവൈഡ് ചെയ്യും. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക്, അതായത് വെർച്വൽ നെറ്റ്വർക്ക്, നെറ്റ്വർക്ക് എന്താണ് അറിയാത്തവർക്ക്, സബ്നെറ്റ് എന്താണ് അറിയാത്തവർക്ക്, IP എന്താണ് അറിയാത്തവർക്ക് എന്ത് സംഭവിക്കാം, ഇത് ജസ്റ്റ് എന്ത് ചെയ്യാം, അതൊന്നും അറിയേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഫിനിഷ് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ കമ്പനിയിലാകുമ്പോൾ സംഭവിക്കാം അവരുടെ നെറ്റ്വർക്ക് ആയിരിക്കും, അവരുടെ റേഞ്ച് ഓഫ് അഡ്രസ് ആയിരിക്കും, ആ രൂപത്തിലായിരിക്കും ഇവിടെ മേക്ക് ചെയ്യുക എന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ, ഇതൊന്നും ഒന്നും ഞാൻ അവിടെ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, മാനേജ്മെന്റ് ഉണ്ട്, മാനേജ്മെന്റ് ഒക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് ഒന്നുമില്ല, ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിന്റെ മോണിറ്ററിങ് ചെയ്യേണ്ട പർപ്പസ്. ഓക്കെ, മോണിറ്ററിങ് പല രൂപത്തിലും എന്ത് ചെയ്യാം, നമുക്ക് മോണിറ്ററിങ് ചെയ്യാനുണ്ട്. ഓക്കെ, ദെൻ ഫോട്ടോ ഷെഡ്യൂളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻസി ആണ്. ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സിസ്റ്റം ഇതിന്റെ ഒരു ടൈം അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ ഓൺ കൊടുത്ത് നമുക്ക് ടൈം അസൈൻ ചെയ്യാം. അപ്പൊ ആ ടൈം ഇപ്പൊ നമ്മൾ ഓഫീസ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, സിസ്റ്റം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം ഷെഡ്യൂൾ ആണ്. അങ്ങനെ നമുക്ക് ടൈം കൊടുക്കാം. അത് എന്ത് പർപ്പസ് വേണ്ടി, കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻസ്ഡ്. അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നതിനകത്ത് നമുക്ക് ഈ OSന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഇൻസ്റ്റാൾ ആകണം. അതാണ് എക്സ്റ്റൻഷൻ ടു ഇൻസ്റ്റാൾ എന്ന് പറയുന്നത്. OSന്റെ കൂടെ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, OSന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഇതിന്റെ കൂടെ ഇൻസ്റ്റാൾ ആവണം. ഓക്കെ, അങ്ങനെ ഇതിനകത്തുള്ള ഏതെങ്കിലും എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ തന്നെ നമ്മൾ OS ഇംപ്ലിമെന്റേഷൻ ചെയ്യുമ്പോൾ, വെർച്വൽ മെഷീൻ മേക്ക് ചെയ്യുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാളേഷൻ ആവാൻ വേണ്ടി ഏത് ഉപയോഗിക്കുന്നത്, സെലക്ട് ആൻഡ് എക്സ്റ്റൻഷൻ ടു ഇൻസ്റ്റാൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. ടാഗ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടാഗ് യൂസ് ചെയ്യാം. എല്ലാവർക്കും ടാഗ് അറിയാം, ആ പേരിൽ എന്ത് ചെയ്യാം. അപ്പൊ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ടാഗ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് റിവ്യൂ ക്രിയേറ്റ് കൊടുത്തേക്കും. അപ്പൊ ചെക്ക് ചെയ്യാണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ തന്നെ ചെക്ക് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും പ്രോബ്ലംസ് പോലെ കാണിക്കും, അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ വാലിഡേഷൻ പാസ് കാണിക്കും. ദെൻ സെലക്ട് ക്രിയേറ്റ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു വെർച്വൽ മെഷീൻ നമ്മൾ മേക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കാണാം ഇനീഷ്യലൈസിങ് ഡിപ്ലോയ്മെന്റ്, കുറച്ച് ടൈം എടുക്കും കേട്ടോ. റിസീവ് കണക്ടർ അവിടെ ഇവിടെ ടൈം എടുക്കും. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അത് ഇനീഷ്യലൈസേഷൻ മെത്തേഡ് കാണിക്കും. ഓക്കെ, അപ്പോ ഒരു വെർച്വൽ മെഷീൻ മേക്ക് ചെയ്യുമ്പോൾ അതിനെ കൂടെ എന്തൊക്കെ വരും ബൈ ഡിഫോൾട്ട്. ഓക്കെ, അതിന്റെ കൂടെ വരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. നമുക്ക് ഒരു വെർച്വൽ മെഷീൻ നമ്മൾ ചുമ്മാ മേക്ക് ചെയ്യാണ്, അതിന്റെ കൂടെ ബിഹൈൻഡില് എന്ത് സംഭവിക്കും, ഒരുപാട് പ്രോസസ് നടക്കുന്നുണ്ട്. അതായത് വെർച്വൽ നെറ്റ്വർക്ക്, വെർച്വൽ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് കേട്ടോ, വെർച്വൽ നെറ്റ്വർക്ക്, സബ്നെറ്റ്, അതുപോലെ തന്നെ NIC നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ഓക്കെ, അതുപോലെ തന്നെ സബ്നെറ്റ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഓർഡർ ഉണ്ട്, NSG എന്ന് പറയാം. NSG കേട്ടോ, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്. അതുപോലെ തന്നെ NIC, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഹാർഡ് ഡിസ്ക്. ഇതെല്ലാം എന്ത് സംഭവിക്കും, ഇതിന് കൂടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പനി പർപ്പസ് ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, VNet വെർച്വൽ നെറ്റ്വർക്ക് നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യണം. സബ്നെറ്റ് നമ്മൾ നെറ്റ്വർക്ക് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ മൈക്രോസോഫ്റ്റ് തന്നിരിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 10.0.0.0./24 എന്ന റേഞ്ചിലാണ് തന്നിരിക്കുന്നത്. ഇതാവില്ല കമ്പനീസിന് യൂസ് ചെയ്യാം, കമ്പനീസിന് കമ്പനിയുടെ എന്ത് ചെയ്യാം റിക്വയർമെന്റ്സിന് ചൂസ് ചെയ്യാം. അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം. നമുക്ക് വെർച്വൽ മെഷീൻ എന്ത് ചെയ്യാം ഇവിടെ ക്രിയേറ്റഡ് ആണ്. ഇവിടെ കാണാം എന്താണ് വെർച്വൽ മെഷീൻ അല്ല, ഇതിനകത്ത് ഓരോന്നും അതിന്റെ നമുക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. ഓക്കെ, നെറ്റ്വർക്ക് ഇന്റർഫേസ്, വെർച്വൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്, അതായത് IP അഡ്രസ്, അതൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആവും. ഓക്കെ,
അപ്പൊ ലാസ്റ്റ് വെർച്വൽ മെഷീൻ വരിക ഇവിടെ വരിക അത് IP, അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്, വെർച്വൽ നെറ്റ്വർക്ക്, എന്ത് ചെയ്യാം, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇന്റർഫേസ്, ലാസ്റ്റ് വെർച്വൽ മെഷീൻ. ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മനസ്സിലാക്കുക ചെയ്യുക. ഓക്കെ, വെർച്വൽ മെഷീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഡിപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, ഇവിടെ എന്തൊക്കെയാണ് ഇതിനകത്ത് ക്രിയേറ്റഡ് ആയിരിക്കുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ തന്നെ പബ്ലിക് IP, അതുപോലെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്, വെർച്വൽ നെറ്റ്വർക്ക്, നെറ്റ്വർക്ക് ഇന്റർഫേസ്, ഓക്കെ, നെറ്റ്വർക്ക് ഇന്റർഫേസ് എന്ന് പറയാം, അല്ലെങ്കിൽ NIC എന്ന് പറയാം, വെർച്വൽ മെഷീൻ കേട്ടോ. ദെൻ ഗോ ടു റിസോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ വെർച്വൽ മെഷീനിലേക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ വെർച്വൽ മെഷീൻ നമുക്ക് ആക്സസ് ചെയ്യാം. ഗോ ടു റിസോഴ്സ്, അതൊക്കെ റിസോഴ്സ് ആണ് കേട്ടോ. വെർച്വൽ മെഷീൻ സർവീസ് അത് നമ്മുടെ ഇതിന്റെ റിസോഴ്സ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസോഴ്സ് ലഭിക്കുക. ഓക്കെ, ഇതാണ് വെർച്വൽ മെഷീന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. വെർച്വൽ മെഷീൻ നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി അവിടുത്തെ ചൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം, ഇവിടെ വെർച്വൽ മെഷീൻ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെർച്വൽ മെഷീൻ സെലക്ട് ചെയ്യാം. ദെൻ അന്നേരം നമുക്ക് വെർച്വൽ മെഷീൻ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ദെൻ സെലക്ട് വെർച്വൽ മെഷീൻ. ഓക്കെ, ഇവിടെ നമുക്ക് ഓവർവ്യൂ എന്നുള്ള ഓപ്ഷൻ ആണ്. ഈ ഓവർവ്യൂവിന്റെ അകത്ത് എന്ത് സംഭവിക്കുക, വെർച്വൽ മെഷീന്റെ IP, ഓക്കെ, അതുപോലെ തന്നെ അവിടെ തന്നിരിക്കുന്ന പ്രൈവറ്റ് IP. അപ്പൊ ഇത് മൈക്രോസോഫ്റ്റ് ഡിഫോൾട്ട് തന്നിരിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും പിന്നീട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ IP ഇവിടെ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പബ്ലിക് IP അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റണ്ണിങ് സ്റ്റാറ്റസ് ഈസ് റണ്ണിങ്, ലൊക്കേഷൻ ഈസ് യൂസ്, ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ നെയിം, സബ്സ്ക്രിപ്ഷൻ ID, ടാഗ്സ് നമ്മൾ ചെയ്തിട്ടില്ല, ടാഗ് കാണിക്കും, അതുപോലെ ഓപ്പൺ സിസ്റ്റം, സൈസ് കാണിക്കും കേട്ടോ. ഇത്രയും കാര്യം ഇതിനകത്ത് വരിക. ഇതിനകത്ത് ഓരോ പർപ്പസ് ഉണ്ടായിരിക്കും, പ്രോപ്പർട്ടി, മോണിറ്ററിംഗ്, കാപ്പബിലിറ്റീസ്, റെക്കമെൻഡേഷൻ, അതുപോലെ തന്നെ എന്ത് സംഭവിക്കുക, അവിടെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ ഇങ്ങനെയാണ് വെർച്വൽ മെഷീൻ നമ്മൾ മേക്ക് ചെയ്യുക. ദെൻ ഇനി എങ്ങനെയാണ് ഈ വെർച്വൽ മെഷീൻ നമ്മൾ ആക്സസ് ചെയ്യുന്നത്? ഓക്കെ, അതാണ് ഇതിനകത്ത് മേജറായിട്ട് നമുക്ക് നോക്കേണ്ടത്. ഒരു വെർച്വൽ മെഷീൻ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആക്സസ് ചെയ്യാം. ആദ്യം Azure പോർട്ടലിൽ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം. അതിനാണ് ഏത് ഉപയോഗിക്കുന്നത്, കണക്ട് എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കണക്ട് എന്ന് കൊടുത്തേക്ക്. Then select RDP. Okay, then ഇവിടെ select ചെയ്യുക, download RDP file. അപ്പൊ അന്നേരം എന്ത് സംഭവിക്കാം, നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാം, പോപ്പ് വരും. ഇവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതായത് RDPയുടെ നമ്മൾ റിമോട്ട് ഡെസ്ക്ടോപ്പ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്നുള്ള വിൻഡോ വരും. ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, അതാണ് റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ എന്ന സംഭവം കേട്ടോ. ദെൻ അപ്പോൾ ഓട്ടോമാറ്റിക് അവിടെ IP ഓൾറെഡി ചൂസബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, IP എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യേണ്ട. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ IP അസ്യൂം ചെയ്യണം എന്ന് പറയാൻ കാരണം, ഇത് Azure പോർട്ടൽ 2 ആക്സസ് ചെയ്യാണ് കേട്ടോ. ദെൻ ജസ്റ്റ് സെലക്ട് കണക്ട്. അതിനുശേഷം നമ്മളോട് എന്താ ചോദിക്കുക, നമ്മൾ കൊടുത്തിരിക്കുന്ന യൂസർ നെയിം ചോദിക്കും. എന്താ കൊടുത്തിരിക്കുന്നത്, VM യൂസർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ പാസ്വേഡ്. ഓക്കെ, ദെൻ യെസ് എന്ന് കൊടുത്തേക്കുക. ഓക്കെ, നമ്മള് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് സംഭവിക്കാം, നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓക്കെ, ഇതിനകത്ത് വേണ്ട സർവീസ് എന്ത് ചെയ്യാം, സെർവർ ആണെങ്കിൽ അതിനകത്ത് ഒരുപാട് കോഡ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ, എന്ത് പർപ്പസിനാണ് നിങ്ങളെ കമ്പനി യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തെങ്കിലും ആപ്ലിക്കേഷൻ റൺ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ എന്ത് സംഭവം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ കമ്പനി പർപ്പസിൽ എന്ത് പർപ്പസിലാണോ എന്ത് സംഭവിക്കുന്നത് വെർച്വൽ മെഷീൻ മേക്ക് ചെയ്യുന്നത്, ആ പർപ്പസിൽ നമുക്ക് യൂട്ടിലൈസേഷൻ ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിത് യൂസേജിനനുസരിച്ച് മാത്രമേ കോസ്റ്റ് വരുള്ളൂ. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, നിങ്ങൾക്കത് ഓഫ് ആക്കിയിടാം. ഓക്കെ, ഷട്ട് ഡൗൺ ചെയ്തിടാം. ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് വളരെ കുറയും. അതുപോലെ ഡി അലോക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഡി അലോക്കേറ്റ് അതിലും എന്ത് ചെയ്യാം, കോസ്റ്റ് വളരെ കുറയും. ഓക്കെ, ഈ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് സേവിംഗ് എന്ന കോൺസെപ്റ്റ് ഇതിനകത്താണ്. ഓക്കെ, റൺ ചെയ്യുകയാണെങ്കിൽ, അത് കണ്ടിന്യൂസ് റൺ ചെയ്യുകയാണെങ്കിൽ, അത് ഹവേഴ്സിലാണെന്ന് സംഭവിക്കും. അവരെന്ത് ചെയ്യാം, പേയ്മെന്റ് വരുന്നത് ഓക്കെ ബില്ലെടുക്കണം മന്തിലേക്ക് വരും. അപ്പൊ ആ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹവേഴ്സിലാട്ടോ, ഹവർ ബേസ്ഡ് ആണ്. ദെൻ ബില്ല് ഏതിന്, മന്ത്ലി നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ബില്ലുകളെല്ലാം മന്ത്ലി വരിക, മനസ്സിലാക്കി. അപ്പൊ നമ്മൾ സെർവേഴ്സ് മേക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ കപ്പാസിറ്റി എത്രയാണ്, 1 GB റാം, അതുപോലെ തന്നെ ഒരു വെർച്വൽ CPU, ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഉള്ളത് നമ്മുടെ കപ്പാസിറ്റി എന്ത് ചെയ്യും, നമുക്ക് ഇതിനകത്ത് എന്ത് സർവീസ് ലോഡ് ചെയ്യേണ്ടത്, റൺ ചെയ്യേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ലോഡായി വന്നിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് നമ്മൾ
ക്ലയന്റിൽ നിന്ന് അല്ലെങ്കിൽ ഫിസിക്കൽ സിസ്റ്റത്തിൽ നിന്നും എങ്ങനെയാണ് എന്ത് സംഭവിക്കുക ഈ വെർച്വൽ മെഷീൻ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ലാപ്ടോപ്പ് ത്രൂ ആണ് എന്ത് സംഭവിക്കുക ഇതിന് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കമ്പ്യൂട്ടർ ത്രൂ ആണ് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക. ഇപ്പൊ ഞാൻ ആക്സസ് ചെയ്തിരിക്കുന്നത് പോർട്ടൽ ത്രൂ ആണ്. ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, then again close, select virtual machine. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പബ്ലിക് ഐ പി എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ പബ്ലിക് ഐ പി നമുക്ക് തരുന്നത് എന്താണ്, ഇതാരാ തരുന്നത് പബ്ലിക് ഐ പി? അസൂർ ബൈ ഡിഫോൾട്ട് തരുന്നതാണ്. ഇപ്പൊ ഈ പബ്ലിക് ഐ പിയുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് പബ്ലിക് ഐ പി ആയിരിക്കും. ഇപ്പൊ ഡൈനാമിക് പബ്ലിക് ഐ പി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ഈ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് പർപ്പസിന് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ഈ ഐ പി മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. പക്ഷെ എന്ത് ചെയ്യും, മൈക്രോസോഫ്റ്റ് ബൈ ഡിഫോൾട്ട് എന്ത് ചെയ്യും, ഡൈനാമിക് പബ്ലിക് ഐ പി ആണ് തരുന്നത്. വേണമെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിക് പബ്ലിക് ഐ പി ആക്കാം. സ്റ്റാറ്റിക് പബ്ലിക് ഐ പി ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, പോസ്റ്റിനകത്ത് വേരിയന്റ് സംഭവിക്കാം, പോസ്റ്റ് കൂടാം കേട്ടോ. ക്ലിക്ക് ചെയ്തു, അതായത് നമ്മൾ കോപ്പി ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിക്കാം, ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യാണ് ഈ വെർച്വൽ മെഷീനെ ആക്സസ് ചെയ്യാൻ പോകുന്നത്. അസൂർ പോർട്ടലുകൾ ഒന്നുമില്ല, എന്ത് ചെയ്യാം, സ്റ്റാർട്ട് റൺ കൊടുത്തേക്കാം, MSTSC എന്ന കമാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലയന്റിൽ നിന്നും അല്ലെങ്കിൽ ഫിസിക്കൽ സിസ്റ്റത്തിൽ നിന്ന് ഈ രൂപത്തിൽ ആക്സസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് പബ്ലിക് ഐ പി അവിടെ അസൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ പബ്ലിക് ഐ പി കൊടുത്തു. അപ്പൊ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ അതിന് കൂടെ തന്നെ പോർട്ട് നമ്പർ വരും. പോർട്ട് നമ്പർ ഈസ് നോട്ട് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻസി. ഓക്കെ, എന്നാലും എന്ത് ചെയ്യാം, പോർട്ട് നമ്പർ കൊടുത്തുള്ളൂ. ദെൻ എന്ത് കൊടുത്തേക്കാം, കണക്ക്. അവിടുന്ന് കോപ്പി ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് കൂടെ ഐ പി കിട്ടും, അതുപോലെ തന്നെ പോർട്ട് നമ്പർ കിട്ടും കേട്ടോ. പോർട്ട് നമ്പർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ദെൻ കണക്ട്. ഞാൻ എന്റെ ക്ലയന്റിൽ നിന്നാണ് ആക്സസ് ചെയ്യുന്നത്, അല്ലാതെ അസൂർ പോർട്ടൽ ത്രൂ അല്ല. അസൂർ പോർട്ടൽ ത്രൂ ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം. ഓക്കെ, ദെൻ പാസ്വേഡ്. ഇങ്ങനെയാണ് വെർച്വൽ മെഷീൻ കോൺഫിഗറേഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ആക്സസ് ചെയ്യുന്നത് കേട്ടോ, RDP ത്രൂ. ഓക്കെ, അസൂർ പോർട്ടൽ ത്രൂ എങ്ങനെയാണ് RDP യൂസ് ചെയ്ത് ആക്സസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ക്ലയന്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ സിസ്റ്റത്തിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ സിസ്റ്റത്തെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് സംഭവിക്കും, എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് പോസ്റ്റ് ചെയ്യുന്നത്, ആ വെബ്സൈറ്റ് എങ്ങനെ ആക്സസ് ചെയ്യാം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.